ശബരിമല വ്രതത്തിലായിരുന്ന വിദ്യാർത്ഥിക്ക് കറുപ്പ് വസ്ത്രം അണിഞ്ഞു വന്നതിൽ പ്രവേശനം നിഷേധിച്ചതായി പരാതി. ശ്രീഗോകുലം സ്കൂളിനെതിരെ പ്രതിഷേധവുമായി ഹിന്ദു ഐക്യവേദി. സാധാരണ ഞാനൊരു 6-ലോ 5-ലോ 6-ലോ എങ്ങാണ്ട് പഠിക്കുമ്പോഴാണ് ഒരു പ്രാവശ്യം മലയ്ക്ക് പോയിട്ടുള്ളൂ. അന്നേരം ഞങ്ങളുടെ സ്കൂളിലും അതുപോലെ മലയിടാറുണ്ട്. പക്ഷേ യൂണിഫോം ഇട്ടുകൊണ്ട് തന്നെയാണ് അവർ വരുന്നത്. എന്നിട്ട് മാല അല്ലെങ്കിൽ ഒന്നീ പുറത്തിടും അല്ലെങ്കിൽ അകത്തിടും. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചതെന്ന് തോന്നുന്നു. ചിലപ്പോൾ സ്കൂൾ യൂണിഫോം ഇട്ടാത്തതിൻ്റെ പേരിലായിരിക്കും. പക്ഷേ അല്ലെങ്കിൽ സ്കൂൾ യൂണിഫോം, അതായത് ഒരു ദിവസം എന്നാലും കളർ ഇടാമല്ലോ. ആ സമയത്ത് കറുപ്പ് വസ്ത്രം ഇട്ടുകൊണ്ട് ഏത് കളർ വേണമെങ്കിലും ഇടാം. ഇവിടെ കൃത്യമായിട്ടൊന്നും ഈ ന്യൂസിൽ അങ്ങനെ പറയണില്ല. എന്ത് കറുപ്പ് വസ്ത്രം, അത് യൂണിഫോം ഇടുന്ന ദിവസങ്ങളിൽ കറുപ്പ് വസ്ത്രം ഇട്ടതിൻ്റെ പേരിലാണോ, അത് കളറുള്ള ഇടുന്ന ദിവസത്തിൽ കറുപ്പ് വസ്ത്രം ഇട്ടതിൻ്റെ പേരിലാണോ പുറത്താക്കിയെന്ന് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നില്ല. അപ്പോൾ സ്കൂളിലുള്ള യൂണിഫോം ഉള്ള ദിവസങ്ങളിൽ കറുപ്പ് വസ്ത്രം ഇട്ടാൽ തീർച്ചയായിട്ടും അത് ഏത് വസ്ത്രം ഇട്ട് വന്നു കഴിഞ്ഞാലും സ്കൂളിൽ പ്രവേശിപ്പിക്കില്ല. മറിച്ച് ഒരു ദിവസം കളറിടാലോ, ആ കളറിടുന്ന ദിവസത്തിൽ കറുപ്പ് വസ്ത്രം ഇട്ടു എന്നും പറഞ്ഞ് പ്രവേശനം നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിനെതിരെ പ്രതിഷേധവും വേണം, നടപടിയും വേണം. ഇവിടെ കൃത്യമായിട്ട് പറയുന്നില്ല. അല്ലെങ്കിൽ അത് തന്നെ പ്രവേശനം, അത് ഏത് കളർ വസ്ത്രം ഇട്ടാണ് മറ്റുള്ള യൂണിഫോം ഇടേണ്ട ദിവസങ്ങളിൽ കളർ ഇട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ അവർ പ്രവേശനം നിഷേധിക്കും. ചില സ്കൂളുകളൊക്കെ സ്ട്രിക്റ്റായിട്ട് സ്കൂളുകളുണ്ട്, ഒരു കാരണം ചോദിക്കും. അപ്പോൾ ഇതൊക്കെ എന്താണെന്ന് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നില്ല. ഇതിൽ ആദ്യത്തെ പറഞ്ഞാണെങ്കിൽ സ്കൂളുകാരുടെ ഭാഗത്ത് ന്യായമുണ്ട്. രണ്ടാമത്തേൽ കളറുള്ള ദിവസങ്ങൾ കറുപ്പിട്ട് വരികയാണെങ്കിൽ അതിൽ സ്കൂളിനെതിരെ നടപടി എടുക്കേണ്ട കാര്യം തന്നെയാണ്.